രാഹുലിനെ കൊണ്ടുപോയി കാണിച്ചു കാണുമല്ലോ. അവനെന്ത് പറഞ്ഞു? എടീ, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാ ജോയിന്റ് ആയിട്ട് നീങ്ങാമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം നിനക്കത് വയ്യ. നീ അനുഭവിച്ചോ? ഉഗ്രം വക്കീലിനെ ഞാൻ വെച്ചിരിക്കുന്നത്. കോടതി മുറിയിൽ നിന്റെ തൊലി അയാൾ ഊരും. അതൊന്നും വേണ്ട ഏട്ടാ. അങ്ങനെ മര്യാദയ്ക്ക് വാ. ഇനിയും സമയം വൈകിട്ടില്ല. ജോയിന്റ് പെറ്റീഷൻ ഇപ്പോഴും എൻ്റെ വക്കീൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അവിടം വരെ ഒന്ന് വന്നാൽ മാത്രം മതി. ഒരു 5 മിനിറ്റിന്റെ കാര്യമുള്ളൂ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് പിരിയാതിരുന്നൂടെ? സാധ്യമല്ല. എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ അത് തന്നെ ചോദിക്കുന്നത്? എടീ, ഒരിക്കലും ചേരാൻ പാടില്ലാത്ത രണ്ടുപേരാ നമ്മള്. പിന്നെ എന്തിനാ എന്നെ കെട്ടിയത്? കെട്ടിയതല്ലല്ലോ, കെട്ടിച്ചതല്ലേ. വെറുതെ എന്നോട് വഴക്കിന് വരണ്ട. നിനക്ക് ജോയിന്റ് പെറ്റീഷനിൽ ഒപ്പിടാൻ പറ്റൂ ഇല്ലയോ? ഇല്ല. എന്നാ കോടതി കാണാം. അതിന് ഞാൻ വഴങ്ങില്ല. എനിക്ക് പിരിയണ്ട. എനിക്ക് പിരിയണം. അതിനാ കേസ് കൊടുക്കാൻ പോകുന്നത്. വെറുതെ ഒരു തർക്കം ഒഴിവാക്കാലോ എന്ന് കരുതിയാ ജോയിന്റ് ആപ്ലിക്കേഷന്റെ കാര്യം പറഞ്ഞത്. അപ്പൊ നിനക്കത് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. വരുന്നത് പോലെ അനുഭവിച്ചോ. ഞാൻ ഏട്ടന്റെ കാല് പിടിക്കാം. എനിക്ക് വിവാഹമോചനം വേണ്ട. എനിക്ക് വേണം. പിരിയാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, ഫൈറ്റ് ചെയ്യാനായിരിക്കും തീരുമാനം. എങ്കിൽ കേട്ടോ, നീയുമായിട്ട് പിരിയുന്നതിന് മുമ്പ് തന്നെ വേദയുമായിട്ടുള്ള ജീവിതം ഞാൻ തുടങ്ങും. അപ്പൊ നീ എന്ത് ചെയ്യും? നിയമപരമായിട്ട് എന്നെ നിനക്കൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. അവരും പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കും. നമ്മുടെ 2 കൂട്ടരുടെയും ഭാവിക്ക് നല്ലത് സൗമ്യമായിട്ട് പിരിയുന്നത് തന്നെ. എനിക്ക് പിരിയണ്ട, പിരിയണ്ട, പിരിയണ്ട. പിരിയാനല്ല ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. ചതിച്ചതും വഞ്ചിച്ചതും എല്ലാവരും എന്നെയാ. ഞാൻ ഒന്നിനും തയ്യാറല്ല. കോടതിയിൽ ഞാൻ പറയും എനിക്ക് പറ്റില്ലാന്ന്. ബാക്കിയൊക്കെ കോടതി തീരുമാനിക്കട്ടെ. തീരുമാനിക്കട്ടെ. അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിക്കാൻ? ഗിരി എന്റെ അനിയനായി പോയല്ലോന്ന് ഓർത്താ ഇപ്പൊ എന്റെ സങ്കടം. അവനിതിന്റെ വല്ല ആവശ്യമുണ്ടോ? ചതിയൻ. വനിതാ കമ്മീഷൻ വിചാരിച്ച ഒരുത്തന്റെ ജീവിതം തകർക്കാൻ പറ്റും. നിന്നെ പോലൊരു സെലിബ്രിറ്റി ആകുമ്പോ ഡാമേജ് കുറച്ച് കൂടുതലുമായിരിക്കും. ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല. മർമ്മത്ത് അവൾ അടിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്താ ഞാൻ തകരുമെന്നായിരിക്കും വിചാരം. തെളിവെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ. വെച്ചേക്കില്ല ഞാൻ അവളെ. നീൽ എന്ത് ചെയ്യാൻ പോകുന്നു? പലതും ചെയ്യും. കൊല്ലുവോ? വേണ്ടി വന്ന അതും ചെയ്യും. വെറുതെയാ. ഒടുക്കത്തെ ആയുസ. അല്ലെങ്കിൽ അന്ന് ഞങ്ങൾ ശ്രമിച്ചപ്പോ തീരേണ്ടതാ. നീലേ, ഏതായാലും ഇതുവരെ എത്തി. ഈ ഒരു കടമ്പ കടന്നിട്ടിയ രക്ഷപ്പെട്ടെന്ന എനിക്ക് തോന്നുന്നത്. ദേ, അവിടെ ഇവിടെ ഇരുന്ന ആളുകൾ പലതും പറയും. അത് കേട്ട് സ്വാതിയോട് എങ്ങാനും ഇഷ്ടം തോന്നാൻ തുടങ്ങിയാലുണ്ടല്ലോ. നിനക്കങ്ങനെ തോന്നിയോ? തോന്നി. കമ്മീഷൻ ഓഫീസിലേക്ക് പോയ നീലല്ല തിരിച്ചു വന്നത്. ആ നീല് വേറെ, ഈ നീല് വേറെ. അവള് ഭയങ്കര മിടിക്കുക. ഞാൻ കരുതിയത് കമ്മീഷന് മുമ്പിൽ വെച്ച് അവള് നീലിനെ പൊളിച്ചടുക്കുന്നായിരുന്നു. ഓ, അവള് ഭാരതശ്രീതൻ ഭാവശുദ്ധിയാണല്ലോ. എല്ലാ ലക്ഷണങ്ങളും നിറഞ്ഞ കുലസ്ത്രീ. എന്റെ കാൽക്കുലേഷൻ തെറ്റി. ഇനിയൊരു തെറ്റെല്ലാം കൂടെ താങ്ങാനുള്ള കരുത്തില്ല എനിക്കല്ല, വേദയ്ക്ക്. വിളിച്ചിരുന്നു വേദ. നേരിട്ട് വിളിക്കാഞ്ഞത് അവൾക്ക് ദേഷ്യമുള്ളതുകൊണ്ടാ. ദേഷ്യം അവളുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തുടങ്ങി ദേഷ്യം പിടിക്കാനും ഭരിക്കാനും. അവിടെയാ സ്വാതി വേറിട്ട് നിൽക്കുന്നത്. എന്താ പറഞ്ഞത്? സ്വാതി വേറിട്ട് നിൽക്കുന്നോ? എനിക്കറിയില്ല എങ്ങനെയാ ഇത്ര പെട്ടെന്ന് എന്റെ മനസ്സ് മാറിയെന്ന്. കമ്മീഷന് മുമ്പിൽ നീ എന്നെ രക്ഷിച്ചതൊന്നും അല്ല കാരണം. ശരിയാണ്, അതൊരു ഇമ്മീഡിയറ്റ് റീസൺ ആണ്. എൻ്റെ മനസ്സ്
എനിക്ക് മുമ്പിൽ ശരിയായ അർത്ഥത്തിൽ തുറന്നു വരാനുള്ള പെട്ടെന്നുള്ള കാരണം. ആ, നീ ഇവിടെ ഇരിക്കും. പക്ഷെ ശരിക്കും ആലോചിച്ച മുമ്പേ എന്താ പറയാ, നീ എൻ്റെ ജീവിതത്തിന്റെ ഭാഗമായ ആ സമയത്ത് തന്നെ ഒരുപക്ഷെ ഞാൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടാവണം. ഞാൻ പോലും അറിയാതെ. ഇത്രയും കാലം ഞാനത് തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രം. അപ്പോ എന്നെ സ്നേഹിക്കുന്നുണ്ട്? തീർച്ചയായും സ്നേഹിക്കുന്നുണ്ട്. നീ നല്ലവളല്ലേ? സോറി എത്തി വന്നെന്നാണ് തോന്നുന്നത്. അത് തന്നെ. പറയാണ്ടത് എങ്ങോട്ട് പോയത്? ഇവിടെ എല്ലാരും പേടിച്ചിരിക്കണ അറിയാമാ? എന്തിന്? ഓ, രാവിലെ ഉറക്കാണീച്ച് നോക്കിയപ്പോ രണ്ടുപേരെയും കാണാനില്ല. പിന്നെ പേടിക്കാതിരിക്കുവോ? ഇന്നലെ രാത്രി കണ്ടീഷൻ അത്ര ശരിയല്ലായിരുന്നല്ലോ. ഞങ്ങൾ അമ്പലത്തിൽ പോയതാ. നിർമാല്യം തൊഴ കോവിലിൽ പെയ്യതാ. എന്നാ പിന്നെ പറഞ്ഞിട്ട് പെക്കൂടായിരുന്നാ? അകത്തേക്ക് പെട്ടെന്ന് കയറിച്ചല്ലേ, എല്ലാരും കാത്തിരിക്കണം. ഓടിപ്പോ. വെള്ളം അത്രയും പെയ്യും. പെട്ടെന്ന് തീരുമാനിച്ചത് നിർമാല്യം തൊഴാന്ന്. ആരെയും ഉണർത്തണ്ടെന്ന് കരുതിയ പറയാതിരുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? നീയല്ലേ പറഞ്ഞത് ഈ പോക്കിൽ ദുരൂഹതയുണ്ട്, പ്രശ്നമാണെന്നൊക്കെ. വല്യമ്മ കയറി കയറ് പൊട്ടിച്ചപ്പോഴാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് പിന്നെ ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയി. എന്തിന്? ഞങ്ങൾ കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ അമ്മേ. ആര് പറഞ്ഞു? ഇന്നലെ രാത്രി ഒരുത്തം വന്നത് 4 കാലയിലാ. 4 കാലം നീന്തി നടക്കുന്നത് ആരാ? കൊച്ചുകുട്ടികളല്ലേ. എന്താടാ നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ഇന്നലെ ഞാൻ എന്നോട് ചോദിച്ചതാ, എല്ലാം നിർത്തിയെന്ന് പറഞ്ഞു. പിന്നെയും തുടങ്ങി. വഴക്ക് പറയല്ലേ അച്ഛാ. ഇന്നലെ ഏട്ടനൊരു അബദ്ധം പറ്റിയതാ. ഇനി അത് ആവർത്തിക്കില്ല എന്ന് മാത്രല്ല, നല്ല കുട്ടിയായിട്ട് കഴിയാന്ന് സമ്മതിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ തീർന്നു. എന്ത്? എന്താ പറഞ്ഞതെന്ന്? അതെ, ഞങ്ങൾ ഇനി അടിച്ചു പൊളിച്ച് ജീവിക്കാനാ പോകുന്നത്. നീലേ, ഇത് ശരിയാണോ? നീ എന്തിനാ നീലിനോട് ചോദിക്കുന്നേ? ഏട്ടത്തി പറയുന്ന അങ്ങ് വിശ്വസിച്ചാ മതി. ഏട്ടത്തി പറയുന്നതേ അനിയൻ അങ്ങ് വിശ്വസിച്ചാ മതി. ഞാൻ വിശ്വസിക്കണമെങ്കിൽ അത് നീല് പറയണം. എന്താ നീലേ, ഇവള് പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. അല്ലെങ്കിൽ ഏട്ടൻ പറഞ്ഞേനല്ലോ. എന്തിനാ ഗൗരി ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കുന്നേ? ഞങ്ങൾ തമ്മിലുള്ള വഴക്ക് തീർന്നു എന്ന് പറഞ്ഞാൽ തീർന്നു. അത് ഞാൻ പറഞ്ഞാലും തീർന്നു, ഏട്ടൻ പറഞ്ഞാലും തീർന്നു. സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാ മതി. മോളെ, ഇവള് പറയുന്നൊന്നും മോള് കാര്യമാക്കണ്ട. മോളെ ഏതമ്പലത്തിലാ പോയത്? കൃഷ്ണന്റെ അമ്പലത്തില്. ഒരുപാട് പ്രാർത്ഥിച്ചു. എല്ലാ സങ്കടങ്ങളും ഭഗവാന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അനുഗ്രഹവും വാങ്ങി. നന്നായി. മാലതി, നീ അവർക്ക് ചായ എടുത്തോളൂ. എല്ലാം ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത് തീരുമാനിച്ചു? ഒന്നുമില്ല, സന്തോഷത്തോടെ ജീവിക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? അതും ഈ ഉച്ചനേരത്ത്? ഒരു സിനിമയ്ക്ക്. ഏത് സിനിമയാ? ഏത് സിനിമ? ഹിന്ദിയാ, ഫാമിലി സ്റ്റോറി. നല്ല പടമാണെന്ന് ഏട്ടൻ പറഞ്ഞത്. നന്നായി. ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഔട്ടിങ് നല്ലതാ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും കൂടെ വന്നേനെ. ഗിരി, വല്യമ്മ വിളിക്കേ, ഇവരിറങ്ങുന്നു പറ. വേണ്ട, അമ്മ ഉറക്കമല്ലേ, ഉറങ്ങട്ടെ. അമ്മയുടെ മുഖം കണ്ട് ഇറങ്ങാൻ വയ്യ. ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യാം. അതൊന്നും വേണ്ട, അവിടെ ചെന്നിട്ടെടുക്കാം. ഏട്ടൻ സ്റ്റാറല്ലേ, എപ്പോ ചെന്നാലും ടിക്കറ്റ് കിട്ടും. ഗിരി